മലയാളി പ്രേക്ഷകരെല്ലാവരും പേളി മാണിയുടെ പുത്തൻ വാർത്തകൾക്ക് വേണ്ടി എപ്പോഴും കാതോർത്തിരിക്കാറുണ്ട്. അത്തരമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. ഇപ്പോൾ എല്ലാവരും കാത്തിരുന്നത് പോലെ പേളിയും ശ്രീനിയും സ്വന്തമായി ഒരു വീട് വാങ്ങിയിരിക്കുകയാണ്. സ്വന്തമായി ഒരു ഫ്ലാറ്റ് എന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. സ്വന്തമായി വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാകുമ്പോൾ പേളിക്കും അത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴിതാ പാലുകാച്ചിൻ്റെ ദിവസം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആ ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടനത്തിന് തന്നെയായിരിക്കും പേളി മാണിക്ക് ഫ്ലാറ്റ് കൈ കൊടുക്കുക. അതിൻ്റെ കാര്യങ്ങൾ കൂടി ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുവെന്നും അന്ന് തന്നെയാണ് പാലുകാച്ചെന്നും പേളി മാണിക്കാണ് ആദ്യം ഞങ്ങൾ വീട് കൊടുക്കുന്നതെന്നും ഇപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം. ആരാധകരുടെ പ്രീതി തന്നെ പിടിച്ചുപറ്റുന്ന ഒരു വാർത്തയെ ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത. അതാണ് ഇവരെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് പേളിയുടെ വാർത്തകളെല്ലാം കാതോർത്തിരുന്ന് കേൾക്കാറുള്ളത്. പേളിക്ക് വിശേഷങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പേളിയുടെ ഇത്തരത്തിലെ വാർത്തകൾക്ക് കൂടി എല്ലാവരും കാണാറും കേൾക്കാറുമുണ്ട്. 5 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. 5 ദിവസം, അതായത് ജനുവരി 25 വൈകുന്നേരം 4 മണിക്കായിരിക്കും ഇപ്പോൾ പന്തീരങ്കാവിലെ പേളിക്കും ശ്രീനിഷിനും പുതിയ വീട് നൽകുന്നത്. ജോയിൻ ആസ് ഫോർ ദ ഹൗസ് വാമിംഗ് സ്റ്റോറീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റോറീസ് ഹോം ഈ ചിത്രങ്ങൾ പങ്കുവച്ച് എത്തിയിരിക്കുന്നത്. ഗ്ലോബൽ ഹോം കോൺസെപ്റ്റ്സ് ആണ് ഇപ്പോൾ ഇവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. വളരെയധികം പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ഹോം കോൺസെപ്റ്റ്സ് പന്തീരങ്കാവിലെ പുതിയ ഉദ്ഘാടനത്തിൽ തന്നെയാണ് ഇപ്പോൾ പേളിക്കും ശ്രീനിഷിനും അത് സമ്മാനമായി നൽകുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ പല വീട്ടിലെ എല്ലാവരും തന്നെ ഈ പേളിയുടെ അടുത്തേക്ക് എത്തുന്നതും ഇത്തരം ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ്. കൊച്ചിയിൽ പല നല്ല സ്ഥലങ്ങളിലും ഇതുപോലെ ഫ്ലാറ്റുകൾ വാങ്ങാൻ പേളിക്ക് സാധിച്ചിട്ടുണ്ട്. തൻ്റെ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് അടക്കം എല്ലാ കാര്യങ്ങളും പേളി ഇതുപോലെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിന് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും, ഇവിടെ നിന്ന് നിങ്ങൾക്കത് കിട്ടും എന്നൊക്കെ പറയാനും അത് പറഞ്ഞു കൊടുക്കാനും കാണിക്കുന്ന പേളിയുടെ മനസ്സിനെ തന്നെ എല്ലാവരും പ്രശംസിക്കാറുണ്ട്. അങ്ങനെ യാതൊരു രീതിയിലും മറ്റുള്ളവർ നന്നാവരുത് എന്ന രീതിയിൽ ഒരിക്കലും പേളി അത് കാണുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല വശം. പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. പേളിയെ സംബന്ധിച്ച് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എത്തണം. ഞാൻ കാരണം ഒരാൾ കൂടി നല്ല രീതിയിൽ എത്തുകയാണ്, നല്ല രീതിയിൽ അവർക്ക് വീട് വെച്ച് താമസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായി തന്നെ കാണുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ പേളി മാണി. അതുകൊണ്ട് തന്നെയാണ് പേളിക്ക് ഇത്രയും അധികം ആരാധകരെന്ന് കൂടി നമ്മൾ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പേളിയുടെ ആരാധകരെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ഇത്രയും നാളുകൊണ്ട് പേളി യൂട്യൂബിൽ പറയുന്നത് കേട്ട് എല്ലാവരും ആരാധകരായി മാറിയത് തന്നെയാണ്. അത്രമേലുള്ള പ്രേക്ഷകരാണ് ഇതിന് പിന്നാലെ നിൽക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പേളിക്ക് ആശംസകൾ അറിയിക്കുന്നുണ്ട്. 4 ദിവസം കൂടി കഴിയുമ്പോഴേക്കും പേളിയുടെ വീട് പാലുകാച്ചാണ്. അതുതന്നെ ഈ വർഷത്തെ ഏറ്റവും നല്ല സൗഭാഗ്യമായി കാണുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.